നിനക്ക് വേണമെങ്കിൽ അന്ന് 2-3 പ്രാവശ്യം ഉറക്കുണ്ടാക്കിയപ്പോ നീ എന്തുകൊണ്ട് ഞാനുള്ളപ്പോ നീ അത് വിളിച്ചില്ല? അതിനുള്ള ചങ്കൂറ്റം നിനക്കില്ലായിരുന്നു. നീ അത് വിളിക്കണമായിരുന്നു. നീ ഒരു ആണായിരുന്നെങ്കിൽ നീ അവിടെ വെച്ച് ഞാനുള്ളപ്പോ നീ വിളിക്കണമായിരുന്നു. അതിനുള്ള ചങ്കൂറ്റം നീ എന്താണെന്ന് കാണിച്ചിട്ടില്ലല്ലോ. എനിക്ക് അവിടെ വരാൻ പറ്റില്ല. ഇപ്പൊ ഇത് ഓഡിയൻസിനെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുക. മലയാളി ഓഡിയൻസിനെ ഏത് കള്ളം വിട്ടോണ്ടിരിക്കുക? ഈ ഓഡിയൻസ് മലയാളി ഓഡിയൻസ് എന്റെ നാട്ടിൽ പോയിട്ട് ഒന്ന് അന്വേഷിക്കാനാണ് ഞാൻ ബിഗ് ബോസ് ടീമിനോട് പറയുന്നത്. ഞാൻ PR ചെയ്തിട്ടാണ് ഞാൻ നാട്ടിൽ പോയിട്ട്, എന്റെ വീട്ടിലല്ല, എന്റെ നാട്ടിൽ പോയിട്ട് അന്വേഷിക്കാനാണ് ഞാൻ ബിഗ് ബോസിനോട് പറയുന്നത്. എന്റെ അനിയൻ അവിടെ വന്നിട്ട് അനീഷ് ഓഡിയൻസിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അനീഷ് ലക്ഷങ്ങളുടെ PR കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ ഈ പറഞ്ഞ ഷാനവാസ് പറയുകയാണ്. ഒരു മിത്രമെന്ന് ഇവനെ വിളിക്കാൻ പറ്റത്തില്ല. ഇവന്റെ കൂട്ട് നെറികെട്ടവനെയൊക്കെ ഈ പറയുന്ന അനീഷ് മിത്രമാക്കിയതിന് അനീഷിനെ തന്നെ പറഞ്ഞാൽ മതി. ഇത് ഏച്ചു കെട്ടിയാൽ ഒഴിച്ചിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസും ലാലേട്ടനും കൂടെ എന്ത് പറയുക, ഷാനവാസിനെ രക്ഷിക്കാൻ വേണ്ടി അനീഷിനെ കരുവാക്കിയതാണ്. ഒരു കാരണവശാലും ഈ ഷാനവാസിനെ മിത്രമായിട്ട് കൂട്ടാൻ കൊള്ളത്തില്ല എന്ന് തെളിയിക്കുന്ന രീതിയിലാണ് ഷാനവാസ് ഇന്നലെ ഒരു കാര്യം പറഞ്ഞത്. അനീഷിന്റെ നെൽപ്പാടം വിറ്റിട്ട് അനീഷ് PR-ന് കാശ് കൊടുത്തു എന്ന് പറയുന്നു. അത് മാത്രവുമല്ല, വെളിയിലത്തെ കാര്യങ്ങൾ ഈ പറയുന്ന അനുമോയുടെ ഫാമിലിയൊക്കെ അനീഷിന്റെ PR-കൾ ആക്രമിക്കുന്നു എന്ന രീതിയിൽ ഈ ഷാനവാസ് പറഞ്ഞു. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഷാനവാസ് ഉള്ളില് വെളിയിൽ നിന്ന് വന്ന ആൾക്കാർ, അതായത് അനുവിന്റെ മാതാവായിക്കോട്ടെ ആരായിക്കോട്ടെ വന്നു പറഞ്ഞ കാര്യം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അനീഷിന്റെ ആൾക്കാർ അവിടെ ആക്രമിക്കുന്നു, അനീഷിന്റെ PR ആക്രമിക്കുന്നു എന്ന് പറയുന്നത്? അനീഷിന് അതുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്? അതിന് അനീഷിനെ ആ കാര്യം പറഞ്ഞുകൊണ്ട് എന്തിനാ അനീഷിനെ ക്രൂശിക്കാനായിട്ട് ഈ ഷാനവാസ് പോയി? ഒരു മിത്രമാണോ ഇവനൊരു മിത്രമാണോ? ഇവന് മിത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ എല്ലാ സങ്കടങ്ങളിലും നമ്മുടെ വാക്കുകൾ കേൾക്കുകയും നമ്മളെ എന്താ പറയാ കുത്തി നോവിക്കാതെ ഇരിക്കുന്നവനാണ് മിത്രം. അല്ലാതെ ഇവൻ എന്ത് മിത്രമാണ്? ഇവൻ ആദിലയുടെ കൂടെ ചേർന്നുകൊണ്ട് രാവിലെ തന്നെ അനീഷിനെ എന്തൊക്കെ പറഞ്ഞാണെന്നറിയാമോ ആ മനുഷ്യനെ അവൻ തകർത്തത്? അവൻ പറയുകയാണ്, ഈ പറയുന്ന അനുമോടെ അമ്മ വന്ന് ഇവിടെ ഇത് കരഞ്ഞു പറഞ്ഞു പോലും അനുമോളെ ആക്രമിക്കുന്നു, അനുമോടെ ഫാമിലിയെയും അനീഷിന്റെ PR-കൾ ആക്രമിക്കുന്നു, അനീഷ് PR കൊടുത്തിട്ടാണ് വന്നത്, അനീഷിന്റെ നെൽപ്പാടം വിറ്റ് അനീഷ് ആ കാശ് കൊണ്ടുവന്നിട്ട് ഈ പറയുന്ന PR-ന് കൊടുത്തു എന്നൊക്കെയാണ് ഇവൻ വെച്ച് കാച്ചുന്നത്. നെറികെട്ടവൻ. ഇവനെ എന്തിനാണ് ഈ പറഞ്ഞ അനീഷ് ഫ്രണ്ട്സ് ആക്കിയത്? ഞാൻ തുടക്കം തൊട്ടേ പറഞ്ഞു ഇവന്റെ കൂടെയുള്ള ഫ്രണ്ട്ഷിപ്പ് അനീഷിനെ ദോഷകരം ചെയ്യുമെന്ന്. പിന്നെ പെങ്ങളുകുട്ടി എന്ന് പറയുന്ന ഒരു ആദില, അവക്ക് എന്തിന്റെ സോക്കേടാണ്? ഉടനെ പറയുകയാണ് അവള് അനീഷ് കൊളാബ് ചെയ്തിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഈ കൊളാബ് എന്നൊക്കെ പറയുന്നതൊക്കെ അവൻ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും. അവൻ ഈ ബിഗ് ബോസിൽ പോകുന്ന സമയത്ത് അവന്റെ ഫേസ്ബുക്ക് ആയിക്കോട്ടെ, അവന്റെ ആ യൂട്യൂബ് ആയിക്കോട്ടെ, അതിന്റെ അകത്തൊക്കെ എത്ര വ്യൂസ് ഉണ്ടായി, അല്ലെങ്കിൽ എത്ര ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു, എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു, അതൊക്കെ കണ്ടതാണ്. 10,000 അത്രയൊക്കെ ഉള്ളായിരുന്നു. അവൻ ബിഗ് ബോസിൽ പോയതിനു ശേഷമാണ് അതിന്റെ അകത്ത് കൂടിയതൊക്കെ. പിന്നെ അവന്റെ ആ ഒരു അക്കൗണ്ട് ആർക്കും ഇതുവരെ കൊടുത്തിട്ടില്ല. നിങ്ങൾ കയറി നോക്കാം, ഞാൻ അതെല്ലാം നോക്കിയതാണ്. അത് ഇതുവരെയായിട്ടും അന്നുകണ്ട് 2 മാസം മുമ്പം കണ്ടിട്ട വീഡിയോകളാണ് കിടക്കുന്നത്. പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഈ പറയുന്നത്? പിന്നെ കൊളാബ് മേടിച്ചു പോലും, അനീഷ് കൊളാബ് മേടിച്ചു. അത് അനീഷ് പിന്നെ നിലം വിറ്റിട്ട് അനീഷ് അത് ക്യാമറ നോക്കി പറയുന്നുണ്ട്. അവിടെയും വിടുന്നില്ല ഈ ഷാനവാസ്. അവിടെ വന്ന് പുറകെ നടന്ന് ആക്രമിക്കുകയാണ്. അനീഷ് പറഞ്ഞു, ഞാൻ ജീവിക്കുന്നത് ആ കൃഷിഭൂമി കൊണ്ടാണ്, കുറെ സ്ഥലം കൂടെ പാട്ടത്തിന് എടുത്തിട്ടാണ് ഞാൻ കൃഷി ചെയ്യുന്നത്. അപ്പൊ ആ കൃഷി സ്ഥലം വിറ്റിട്ട് ഞാൻ എന്തിന് ഇത് ചെയ്യണമെന്നാണ് അനീഷ് ചോദിക്കുന്നത്. ഒരു കൃഷി ചെയ്യുന്ന ഒരു കർഷകനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അനീഷിന്റെ വാക്കുകൾ റിലേറ്റ് ചെയ്യാൻ പറ്റും. അല്ലാതെ ഈ പറയുന്ന ഷാനവാസിനെ പോലെ ഈ ആദിലെ പോലെ മനസ്ഥിതി ഉള്ളവർക്കൊന്നും അത് മനസ്സിലാവത്തില്ല. ഒരു കർഷകൻ എന്ന നിലയിൽ ഒരു സാധാരണക്കാർക്ക് അനീഷ് പറയുന്ന കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഒരു നിലം വിറ്റിട്ട് അവൻ ആ PR കൊടുത്തു എന്നൊക്കെ പറയുന്നത്. പലരും പറയുന്നത് 5 വർഷം കൊണ്ട് അനീഷ് പഠിച്ചു എന്ന്. എന്ത് പഠിച്ചാൽ എങ്ങനെ പഠിച്ചാൽ പറ്റും? മനുഷ്യൻ കാണുന്നുണ്ട്. ഇപ്പൊ ഞങ്ങൾ ഈ ബിഗ് ബോസ് കാണുന്നുണ്ട്. എത്ര എപ്പിസോഡുകൾ അല്ലെങ്കിൽ എത്ര സീസൺ കണ്ടു. അത് കാണുന്നതിന് എന്താണ് കുഴപ്പം? അല്ലെങ്കിൽ അത് കണ്ടോണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ അവിടെ ചെല്ലുമ്പോൾ പുതിയ സാഹചര്യങ്ങൾ, പുതിയ ആൾക്കാര്, പുതിയ ബിഗ് ബോസിന്റെ ടൈറ്റിലുകൾ എല്ലാം മാറിക്കൊണ്ടേയിരിക്കും. കഴിഞ്ഞ പ്രാവശ്യത്തതല്ല ഈ പ്രാവശ്യം. കഴിഞ്ഞ പ്രാവശ്യം എന്തുമായിരുന്നു? റൂമുകളായിരുന്നു, പവർ റൂമുകൾ പോലത്തെ. ഈ സീസണിൽ എന്താണ്? ഈ സീസണിൽ വന്നിട്ട് 7ന്റെ പണിയാണ്. 5ാമത്തെ സീസൺ എന്തായിരുന്നു? അത് ഒറിജിനൽ സീസൺ ആയിരുന്നു. അങ്ങനെ ഓരോ സീസണും മാറിക്കൊണ്ടിരിക്കുക. അവിടെ എന്ത് പഠിച്ചിട്ട് പോയി എന്ത് മാങ്ങാത്തടി ഉണ്ടാക്കാനാണ്? പിന്നെ നിങ്ങൾ പറയുന്ന വേറൊരു കാര്യമുണ്ട്, 5 വർഷമായിട്ട് അനീഷ് പഠിച്ചു എന്ന്. 5 വർഷമായിട്ട് അനീഷ് പഠിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടോ? അവൻ 5 വർഷം കൊണ്ട് ഇത് പഠിക്കുന്നു എന്ന് ആരാ പറഞ്ഞത്? ഈ ലാലേട്ടനാണ് അത് അങ്ങനെ ആക്കിയെടുത്തത്. അത് പലരും പറയുന്ന പോലെ എടുത്ത് സംസാരിച്ചതാണ്. അനീഷ് 2 വർഷമാണ് ഈ പറയുന്ന ലീവ് എടുത്തത്. അത് ലീവ് എടുത്തിട്ട് ഗൾഫിൽ ജോലിക്ക് പോയതാ പുള്ളിക്കാരൻ. അവിടെ സെറ്റ് ആക്കാതെ വന്നതുകൊണ്ട് പിന്നെ നാട്ടിൽ വന്ന് കൃഷി തുടങ്ങി. പിന്നെ പുള്ളിക്കാരൻ ബുക്ക് എഴുതാനായിട്ട് തുടങ്ങി. അപ്പൊ ആ ലീവ് എടുത്ത കഥ ഈ ബിഗ് ബോസിന് വേണ്ടി വരാൻ വേണ്ടിയാണെന്നുള്ള രീതിയിൽ ആക്കി തീർക്കുന്നു. എന്നെ സംബന്ധിച്ച് നോക്കുകയാണ്, അനീഷ് ഒരു സാധാരണക്കാരനായിട്ട് അവിടെ നിൽക്കുന്നു, ഒരു സാധാരണ മനുഷ്യനായിട്ട് അവിടെ നിന്നു പോകുന്നു.
പിന്നെ പല കാര്യങ്ങളും അദ്ദേഹം ഈ പറയുന്നത് റിപ്പീറ്റ് പറയുന്നത് അദ്ദേഹം മുമ്പും പറഞ്ഞിട്ടുണ്ട്. സെൽമി ആൻസർ ഒക്കെ ഇതിന് മുമ്പുണ്ടായ പരിപാടിയല്ലേ, അത് കയറി നോക്കൂ. ജയറാമിനോട് സംസാരിക്കുന്നത് ഇതാണ്, അങ്ങനെ തന്നെയാണ് പറയുന്നത്, അത് തന്നെയാണ് അദ്ദേഹം അവിടെ പറയുന്നത്. അല്ലാതെ അതിൽ നിന്നും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. പിന്നെ മെഡിസിൻ കൊണ്ട് കൊടുക്കുന്നത് പോലും അത് ഗെയിമിന്റെ ഭാഗമാണ്, അത് അനീഷിന്റെ ഫേക്ക് ഹ്യൂമാനിറ്റിയാന്ന് പറഞ്ഞ ഈ നെറുകെട്ട ഈ ഷാനവാസ് അവനെ ഒന്നും ഫ്രണ്ട്ഷിപ്പായിട്ട് കൊണ്ട് നടക്കരുത്, ഒരിക്കലും കൊണ്ട് നടക്കല്ലേ. കാരണം ഒരു മനുഷ്യന് അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ അറിയാം, ഒരു മരുന്ന് കൊണ്ട് കൊടുക്കുമ്പോൾ നമുക്കുണ്ടാവും ഉള്ളിൽ നിന്ന് അതിനെ ഒരു ഗെയിമാണെന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ മുമ്പിലേക്ക് എത്തിച്ച ഫേക്ക് ഈ ഷാനവാസ്. അവൻ വലിയ ഗുണ്ടയാണ്, അവൻ എന്തോ വലിയ റൗഡിസമാണ്, തെറിയും പറഞ്ഞ് ഇങ്ങനെ നടക്കുന്ന ഒരുത്തനാണ് അവൻ. അവന്റെ വായിൽ നിന്ന് വരുന്നതൊക്കെ നെറുകെട്ട വർത്തമാനമാണ്. എന്നിട്ടാണ് അവൻ ഈ പറയുന്ന അനീഷിനെ ഡിഗ്രേഡ് ചെയ്യാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നത്. ഈ ആദില അടക്കം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ. അനീഷ് എന്താണ് ചെയ്തത്? അനീഷ് ആരെങ്കിലും തെറി വിളിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? അനീഷ് റിപ്പീറ്റ് പറയുന്നതല്ലാതെ അനീഷ് എന്താണ് അവിടെ ചെയ്തത്? അനീഷ് എവിടെ ഒത്തിരിയും കള്ളം പറഞ്ഞ് അവിടെ നിൽക്കുന്നത്? സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അതിന് ഉദാഹരണം ലക്ഷ്മി കൃത്യമായിട്ട് പറയുന്നുണ്ട്. അനീഷ് എന്ന് പറയുന്ന വ്യക്തി ഇവിടെ പറയുന്നത്, അവൻ പറയുന്നത് സത്യമാണ്. ഒരു PR കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു കൊളാബ് ചെയ്യാനോ അദ്ദേഹത്തിന് അറിയത്തില്ല. അദ്ദേഹം ഒരു സാധാരണക്കാരനാണ് എന്ന് ലക്ഷ്മി എടുത്തു പറയുന്നുണ്ട്. കൂടെ നിന്ന് മിത്രമെന്ന് പറഞ്ഞ് ചതിക്കുന്ന ഈ ഷാനവാസിന്റെ ഡബിൾ മുഖം ഈ പറയുന്ന ലക്ഷ്മി തുറന്നു കാണിച്ചു. അത് മാത്രമല്ല, ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ വളരെ എന്ത് പറയുക ഫേക്കായിട്ട് ഇറങ്ങിപ്പോകുന്ന ഒരു വ്യക്തി ഷാനവാസ് ആയിരിക്കുമെന്നും ഈ പറയുന്ന ലക്ഷ്മി അവിടെ കുറിച്ചു. അനീഷ് പോയി ക്യാമറയുടെ മുമ്പിൽ ബിഗ് ബോസിനോട് പറഞ്ഞു, ബിഗ് ബോസ് നിങ്ങൾക്ക് പോയി അവിടെ തിരക്കാം, ഞാൻ PR കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്, എന്റെ നെൽപ്പാടം വിറ്റിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് പോയി തിരക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ ഈ ഒരു ഫാമിലി ടാസ്ക് വെച്ച സമയം തൊട്ട്, അതായത് വെച്ചത് ബിഗ് ബോസിന്റെ ഒരു കളിയാണ്, ആദ്യം തന്നെ വെച്ചിട്ട് ഫാമിലി വന്നു കഴിയുമ്പോൾ ആർക്കാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് എന്ന് അറിയുമ്പോൾ അവരെ ആക്രമിക്കാനായിട്ട് അങ്ങനെ ആക്രമിക്കുകയാണ് ഈ അനീഷിനെ. അതുകൊണ്ടാണ് ഇവർ ഈ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ചെയ്യുന്നത്. ഇതൊക്കെ വന്ന് അനുമോളോട് പറയുമ്പോൾ അനുമോൾ പറയുന്നുണ്ട്, അതൊന്നും എനിക്ക് തോന്നിയിട്ടില്ല, അനീഷിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ തോന്നിയിട്ടില്ല എന്ന് അനുമോൾ പറയുന്നുണ്ട്. അനുമോൾ ഒരു ഗ്രജ് വെച്ചിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുമില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ അനുമോൾ അനീഷിനെ മേക്കപ്പ് ഇട്ട് കൊടുക്കരുതായിരുന്നല്ലോ. അനീഷ് മേക്കപ്പ് ഇട്ട് കൊടുത്തതൊക്കെ അനുമോളാണ്. അത് മറ്റേ ആ ടാസ്കിന്റെ സമയത്ത് അനുമോളിനോട് പറയുന്നുമുണ്ട്, എനിക്ക് എന്തെങ്കിലും ഒരു റോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, അതായത് BB ഡാൻസ് ടാസ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്നെ ആ ജോക്കർ വേഷം കെട്ടിച്ചത്, ആ ഒരു ജോക്കറിന്റെ വേഷത്തിൽ ആക്കിയെടുത്തത് അനുമോളാണെന്ന് പറഞ്ഞുകൊണ്ട് 3 കോയിൻ കൊടുത്തു. ഷാനവാസ് ആണെങ്കിൽ 1 കോയിൻ പോലും അനീഷിന് കൊടുത്തില്ല. കൂടെ നിന്ന് ഈ പറയുന്ന ഷാനവാസിന് സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കി കൊടുത്തത് അനീഷാണെന്ന് അനീഷ് അവിടെ പറയുന്നുണ്ട്. എന്നിട്ട് കൊടുക്കാത്തതിന്റെ ന്യായീകരണം പറഞ്ഞു വന്നപ്പോൾ അനീഷ് പറഞ്ഞു, നീ ഒന്നും പറയണ്ട, നീ ഒരു നടനാണ്, നീ ഒരു സീരിയൽ ആക്ടറാണ്, നിനക്ക് എല്ലാ കാര്യങ്ങളെ അറിയാം, കല എങ്ങനെയാണെന്നുള്ളത് അറിയാം, ഒരു കല പോലും അറിയാത്ത ഞാൻ ഇത്രയും ചെയ്തപ്പോൾ എന്നെ പ്രോത്സാഹിപ്പിക്കാൻ നിനക്ക് അറിയില്ല എന്ന് അനീഷ് പറഞ്ഞു. സത്യം തന്നെ ഈ ഷാനവാസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അവന് ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന ഒരു മാങ്ങ തൊലിയില്ല. അതോടൊപ്പം തന്നെ ആദിലയോട് ഈ പറയുന്ന അവരുടെ നാട്ടിൽ നിന്ന് വന്ന അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ നിന്ന് വന്ന 2 പേരിൽ ഈ ജാസ്മിൻ മൂസ പറഞ്ഞത് പ്രകാരമാണ് ഈ പറയുന്ന ആദില കളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഇന്നലത്തെ ആ ഒരു ടാസ്കിന്റെ ഇടയ്ക്ക് അനീഷിന്റെ ആ തൊപ്പി തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞ ഈ ആദില. അങ്ങനെ തുടങ്ങി അനീഷിനെ വളരെ മോശമായി ചിത്രീകരിക്കുകയും അനീഷിനെ അങ്ങ് താറടിച്ച് കാണിക്കുകയും ചെയ്യുന്ന ഒരു കഥാപാത്രമാണ് ഈ പറയുന്ന ആദില. അതോടൊപ്പം തന്നെ പെങ്ങളുകുട്ടി കാർഡ് ഇറക്കിക്കൊണ്ട് നടക്കുന്ന ഈ പറയുന്ന ഷാനവാസ്. ഇവരെയൊക്കെ അനീഷ് നിർത്തേണ്ടടുത്ത് നിർത്തിയിട്ട് വിട്ട് കളയുന്നതാണ് നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ പ്രത്യേകിച്ച് പറയുകയാണ്, പ്രേക്ഷകരെ വോട്ട് കൊടുക്കുമ്പോൾ കൊടുക്കുന്നത് കൃത്യമായിട്ടും അനീഷ് തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട താരങ്ങൾക്ക് കൊടുക്കുക, അല്ലാതെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാനോ അങ്ങനെ കൊടുക്കാനോ ഒക്കെ നിൽക്കരുത്. അത് കൊടുക്കുക, കൃത്യമായിട്ട് കൊടുക്കുക, കൃത്യമായ കരങ്ങളിൽ എത്തിക്കുക. കാരണം അനീഷിനെ ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്തത് വളരെ മോശമാണ്. ഞാൻ പലരുടെ ഇതും കണ്ടിട്ടുണ്ട്. പലരും നോക്കുമ്പോൾ അനീഷിനെ ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അനീഷിനെ അറിയാൻ ഒരു മനുഷ്യന് എങ്ങനെ അറിയത്തില്ലെങ്കിൽ അറിയത്തില്ലെന്നല്ലാതെ പറയാൻ പറ്റുമോ? ഇപ്പൊ ഞാൻ ഇപ്പൊ പോയി കഴിഞ്ഞാൽ എനിക്ക് PR ഉണ്ടെന്ന്, ഇല്ലെങ്കിൽ ഞാൻ PR കൊടുത്തു എന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? എന്റെ മനസ്സ് എനിക്കെല്ലാം അറിയാൻ പറ്റും. പിന്നെ സാധാരണയായിട്ട് എന്നെ ഇഷ്ടപ്പെട്ട് വരുന്നവരാണ് എന്റെ ആരാധകർ. ഇപ്പൊ എന്റെ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും, ഞാൻ നിങ്ങൾക്ക് കാശ് തന്നിട്ടാണോ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്? അല്ലല്ലോ. നിങ്ങൾ എന്നെ ഇഷ്ടപ്പെട്ടിട്ടല്ലയോ നിങ്ങൾ എന്റെ വീഡിയോ കാണുന്നത്? അതിന് എങ്ങനെയാണ് നമ്മൾ വേറൊരു രീതിയിൽ PR ആണെന്ന് പറയാൻ പറ്റുക? അത് സ്നേഹം കൊണ്ട് വരുന്നതാണ്. അത് ലക്ഷ്മി കൃത്യമായിട്ട് പറയുന്നുമുണ്ട്. പിന്നെ ഇവർ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ പറഞ്ഞു വെക്കുന്നത്? പലരും പറയുന്നു അനീഷ് എന്തുവാ ഒന്നും അറിയാത്തവൻ എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. ഓരോ മനുഷ്യന് മനസ്സിലാക്കാനുള്ള ഒരു മനസ്സുണ്ടാവണം, അല്ലാതെ അടിച്ചങ്ങ് ഇരുത്തുകയല്ല. ഒരു കർഷകൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു സാധാരണ നാട്ടുകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിനും ഉണ്ടാകും ഒരു ലിമിറ്റേഷനൊക്കെ. അതൊക്കെ മനസ്സിലാക്കാൻ ഇനിയെങ്കിലും ഒന്ന് പഠിക്കും. ഇതാണ് എനിക്ക് പറയാനുള്ളത്. എന്തൊക്കെയാണ് പ്രേക്ഷകർ നിങ്ങൾക്ക് തോന്നുന്ന നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ? ഫസ്റ്റ് ടൈം കമന്റ്. അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും